നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ചരിത്രപരമായി മാറ്റം കുറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചെടുത്തത്. കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമാണ് BJP അധികാരത്തിലെത്തുന്നത്. BJP സംസ്ഥാന സെക്രട്ടറിയും കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലറുമായ അഡ്വക്കേറ്റ് VV രാജേഷിനെ മേയറായി പാർട്ടി പ്രഖ്യാപിച്ചു. ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം 50 സീറ്റുകൾ നേടിയാണ് അട്ടിമറി വിജയം കരസ്ഥമാക്കിയത്. 2020 35 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP ഇത്തവണ നില മെച്ചപ്പെടുത്തിയപ്പോൾ 4 പതിറ്റാണ്ടിലേറെയായി ഭരണം കൈയാളിയ LDFനെ 29 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ഇടതുകോട്ടയായിരുന്ന കോർപ്പറേഷനാണ് കാവിയിൽ കുളിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട VV രാജേഷിനെ തേടി ആദ്യ പരാതിയും എത്തി. ആ പരാതി അതിലും രസം. ഇടതുകോട്ട ആരുടെ കയ്യിൽ നിന്നാണോ നഷ്ടപ്പെട്ടത് അവർക്കെതിരെയാണ് പരാതി എത്തിയത്. പറഞ്ഞു വരുന്നത്, ലഭിച്ച കഞ്ഞിപ്പരാതി മറ്റാരെയും കുറിച്ചല്ല, അത് മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെയാണ്. നഗരസഭയിലെ ഭരണപരമായ വീഴ്ചകളും അഴിമതി ആരോപണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പരാതി. മുൻ കോൺഗ്രസ് കൗൺസിലർ ശ്രീകുമാറാണ് പരാതി നൽകിയത്. ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് നഗരസഭയിൽ നടന്ന വിവിധ താൽക്കാലിക നിയമനങ്ങളിൽ സ്വജന പക്ഷപാതം നടന്നു എന്നാണ് പ്രധാന ആരോപണം. ഫണ്ട് തട്ടിപ്പ്, കെട്ടിട നികുതി തട്ടിപ്പ്, വെഹിക്കിൾ ഇൻഷുറൻസ് മെയിന്റനൻസ് തട്ടിപ്പ് തുടങ്ങിയവയിൽ അന്വേഷണം വേണമെന്നാണ് ശ്രീകുമാറിന്റെ ആവശ്യം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി BJPയുടെ VV രാജേഷ് എത്തിയത്. എന്തായാലും BJPയുടെ കൈകളിൽ ഈ പരാതി എത്തിയതോടെ ആര്യ രാജേന്ദ്രന്റെ സകല കള്ളക്കളികൾ പുറത്തുവരും. LDFന്റെ ശിവജിയെ 29 വോട്ടുകളും UDFന്റെ ശബരിനാഥിന് 17 വോട്ടുകളും നേടിയാണ് തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയത്. BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ചട്ടം ലംഘിച്ച ഒരു ആരോപണം കഴിഞ്ഞ ദിവസം CPIM ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് വേണ്ട പോലെ അങ്ങ് ഫലവത്തായില്ല. ആ പ്രതിഷേധം തള്ളിപ്പോയി എന്ന് വാസ്തവത്തിൽ പറയാം. എന്തായാലും ആ പ്രതിഷേധം തള്ളിപ്പോയി എങ്കിലും BJPക്കെതിരെ ഇനി മറ്റെന്തൊക്കെ അമ്പുകൾ തൊടുത്താമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആലോചന. എന്തായാലും മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ തന്നെ BJPയുടെ VV രാജേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചും അനുഗ്രഹം തേടിയിരുന്നു. BJP മേയർ സ്ഥാനാർത്ഥിയായ VV രാജേഷ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതിന് തൊട്ടു മുന്നേ തന്നെ പിണറായി വിജയനോട് വിളിച്ച് അനുഗ്രഹം തേടിയിരുന്നു. അതും ഒരു സമയത്ത് വാർത്തകൾ നിറഞ്ഞിരുന്നു. എന്തായാലും രാജേഷിന് മുഖ്യമന്ത്രി ആശംസകൾ നേർന്നിരുന്നു. നാടകീയമായ മുഹൂർത്തങ്ങൾക്ക് അല്ലെങ്കിൽ നീക്കങ്ങൾക്ക് ഒടുവിലാണ് VV രാജേഷിന് മേയർ പദവി സ്വന്തം കൈകളിലെത്തിയത്. മുൻ DGPയും ശാസ്തമംഗലം ഡിവിഷനിൽ നിന്നുമുള്ള കൗൺസിലറുമായ R ശ്രീലേഖയെ BJP പ്രധാനമായും ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം ശ്രീലേഖയുടെ പേരിനായിരുന്നു മുൻതൂക്കം. ഒടുവിൽ മണിക്കൂറുകളിലെ നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് ശ്രീലേഖയെ മറികടന്ന് രാജേഷ് നായക സ്ഥാനത്തെത്തിയത്. V മുരളീധര പക്ഷവും RSSും പിന്തുണച്ചതാണ് VV രാജേഷിന് പിന്തുണയായത്. രണ്ടാം തവണയാണ് VV രാജേഷ് നഗരസഭാ കൗൺസിലർ ആകുന്നത്. കൊടുങ്ങാനൂർ ഡിവിഷനിൽ നിന്നാണ് VV രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടത്. BJP തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും നിലവിൽ BJP സംസ്ഥാന സെക്രട്ടറിയുമാണ് രാജേഷ്.